നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വനമന്ത്രി എ.കെ. ശശീന്ദ്രന് നേരെ കരിങ്കൊടി. പ്രതിഷേധം വന്യജീവി ആക്രമണത്തിലെ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച്. കരിങ്കൊടി വീശിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വാഹനത്തിനു മുന്നിലും പ്രവർത്തകർ പ്രതിഷേധിച്ചു. സീഡ് സൊസൈറ്റി തട്ടിപ്പിൽ ഇരയായവർക്കൊപ്പമെന്ന് പ്രൊജക്ട് മാനേജർ. അനന്തകൃഷ്ണൻ സൊസൈറ്റിയെ കബളിപ്പിച്ചു. പ്രതിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇരകൾക്ക് വിതരണം ചെയ്യണം. തുച്ഛവേതനത്തിനാണ് ജോലി ചെയ്തതെന്നും രാജാമണി. പ്ലൈവുഡ് ഉടമകൾ പ്രത്യക്ഷ സമരത്തിലേക്ക്. മേഖല നേരിടുന്നത് വൻ പ്രതിസന്ധി. വനം മാഫിയകൾ മുറിച്ചു കടത്തുന്നത് 1000 ടണ്ണോളം തടികൾ. വനം വകുപ്പിന് കുലുക്കമില്ലെന്നും ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. വന്യജീവി ആക്രമണം മന്ത്രി എ.കെ. ശശീന്ദ്രനെ പാനൂർ മൊകേരിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിച്ചു. പാനൂർ മൊകേരിയിൽ ശനിയാഴ്ച പകൽ 12ഓടെയായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോബർട്ട് വെള്ളാമ്പള്ളി, നിമിഷ വിപിൻദാസ്, MC അതുൽ, VP രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കരിങ്കൊടി കാണിച്ചത്. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണത്താൽ സർക്കാർ ഫലപ്രദമായ നിലപാട് എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. വനം മന്ത്രിയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. മന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ പ്രവർത്തകർ കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ചു. പാനൂർ മൊകേരിയിൽ ശനിയാഴ്ച പകൽ 12ഓടെയായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോബർട്ട് വെള്ളാമ്പള്ളി, നിമിഷ വിപിൻദാസ്, MC അതുൽ, VP രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കരിങ്കൊടി കാണിച്ചത്. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലടക്കം വന്യജീവി ആക്രമണം നിരന്തരം ഉണ്ടാവുന്നു. കാട്ടാന, പുലി, കാട്ടുപന്നി എന്നിവ മനുഷ്യരെ കൊലപ്പെടുത്തിയിട്ടും വന്യജീവി ആക്രമണത്തിൽ നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രൊജക്ട് കണ്ണൂർ സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 5 ദിവസം നീണ്ടുനിൽക്കുന്ന ജില്ലാതല അസറ്റ് 25 സാഹസ ക്യാമ്പിന് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ രാജ് IPS ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച ആറ്റിറ്റ്യൂഡാണ്, മനോഭാവം. ഒരു സാഹചര്യത്തെ ഏത് രീതിയിൽ കാണണം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന, നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ശരിയാണോ? അതുകൊണ്ടാണ് വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന നാസി ഹോളോകോസ്റ്റിനെ അതിജീവിച്ച വ്യക്തി മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു കാര്യം പറഞ്ഞു വെച്ചത്. ലോകം കണ്ട ഏറ്റവും കറുത്ത അധ്യായമായിട്ട് നിങ്ങൾ ചരിത്ര ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഹോളോകോസ്റ്റ്, അതിന്റെ ഏറ്റവും തീവ്രതയിൽ രക്ഷിതാക്കളെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ട് ഒരു മനുഷ്യനാണ് പറഞ്ഞു വെക്കുന്നത്, ഒരു മനുഷ്യനിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ തരത്തിലേക്കുള്ള സ്വാതന്ത്ര്യം എടുക്കാൻ കഴിഞ്ഞാലും ഒരിക്കലും എടുക്കാൻ പറ്റാത്ത. SPC ജില്ലാ നോഡൽ ഓഫീസർ KV വേണുഗോപാലൻ പതാക ഉയർത്തി. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. അനിഷ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് റംലത്ത് BV സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. പങ്കജാക്ഷൻ, കണ്ണൂർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ AS ബിജേഷ്, സ്കൂൾ പ്രിൻസിപ്പൽ M. മനോജ് കുമാർ, ചക്കരക്കൽ SI വൈശാഖ് വിശ്വൻ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പ്രസേന്ദ്രൻ, PP ബാബു, ആദികൃഷ്ണ, K. രാജേഷ്, MP ജഗന്നാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. പ്രൈമറി സ്കൂൾ ഹിന്ദി അധ്യാപക സമിതി ജില്ലാ കൺവെൻഷനും യാത്രയയപ്പ് സമ്മേളനവും കണ്ണൂർ താണ മുഴത്തടം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പുറത്തൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, സംതൃപ്തിയോടുകൂടി നമ്മൾ അധ്യാപന കാലത്ത് ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് ആ മേഖലയിലുള്ള മികവുകൾ, നേട്ടങ്ങളെല്ലാം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്രയപ്പിന് തയ്യാറാകാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പം നേരത്തെ മാഷ് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ഹിന്ദി നമ്മുടെ കുട്ടികളെ എളുപ്പത്തിൽ എങ്ങനെ പഠിപ്പിക്കാം. അത് ഹിന്ദി മാത്രമല്ല, ഇംഗ്ലീഷിലും നമ്മൾ ഹലോ ഇംഗ്ലീഷ് അല്ലേ, അങ്ങനെ അത് സയൻസിലായാലും എങ്ങനെയാണ് സയൻസ് കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിപ്പിക്കുക. മാത്രമല്ല ഗണിതത്തിന്, ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ വലിയ മാറ്റമാണിത്. പ്രൈമറി ക്ലാസുകളിൽ ഹിന്ദി പീരിയഡുകൾ വർദ്ധിപ്പിക്കണമെന്ന് കൺവെൻഷൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കീത്തേടത്ത് അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കും സംസ്ഥാനത്തെ മികച്ച റെഡ് ക്രോസ് അധ്യാപക അവാർഡ് ജേതാവ് മുഹമ്മദ് കീത്തേടത്തിനും ഉപഹാരങ്ങൾ നൽകി. UA കൃപ, KP സുരേഷ് ബാബു, N ഗീത, P ജയകൃഷ്ണൻ, KP ഇബ്രാഹിം, EM ലേഖ, M നദീറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വനമന്ത്രി എ.കെ. ശശീന്ദ്രന് നേരെ കരിങ്കൊടി. പ്രതിഷേധം വന്യജീവി ആക്രമണത്തിലെ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച്. കരിങ്കൊടി വീശിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വാഹനത്തിനു മുന്നിലും പ്രവർത്തകർ പ്രതിഷേധിച്ചു. സീഡ് സൊസൈറ്റി തട്ടിപ്പിൽ ഇരയായവർക്കൊപ്പമെന്ന് പ്രൊജക്ട് മാനേജർ. അനന്തകൃഷ്ണൻ സൊസൈറ്റിയെ കബളിപ്പിച്ചു. പ്രതിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇരകൾക്ക് വിതരണം ചെയ്യണം. തുച്ഛവേതനത്തിനാണ് ജോലി ചെയ്തതെന്നും രാജാമണി. പ്ലൈവുഡ് ഉടമകൾ പ്രത്യക്ഷ സമരത്തിലേക്ക്. മേഖല നേരിടുന്നത് വൻ പ്രതിസന്ധി. വനം മാഫിയകൾ മുറിച്ചു കടത്തുന്നത് 1000 ടണ്ണോളം തടികൾ. വനം വകുപ്പിന് കുലുക്കമില്ലെന്നും ഭാരവാഹികൾ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് തങ്ങൾ തട്ടിപ്പിന് ഇരയായവർക്കൊപ്പമാണെന്ന് സീഡ് ചീഫ് പ്രൊജക്ട് മാനേജർ പി രാജാമണി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പുകൾക്ക് തങ്ങളും ഇരയായി മാറുകയായിരുന്നു. തികച്ചും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയത്. പിന്നിലുള്ള ചതി മനസ്സിലാക്കിയില്ലെന്നും സീഡ് അക്കൗണ്ട് വഴിയാണ് തങ്ങൾ നിക്ഷേപകരുടെ പണം അടച്ചതെന്നും രാജാമണി പറഞ്ഞു. അനന്തകൃഷ്ണനിൽ നിന്നും സ്വത്തുക്കൾ കണ്ടെത്തി പദ്ധതിയുടെ അപേക്ഷകർക്ക് വിതരണം ചെയ്യാൻ തയ്യാറാകണം. പദ്ധതിയുടെ ഭാഗമായി തുച്ഛ വരുമാനത്തിൽ ജോലി ചെയ്ത് തന്നെയും കോർഡിനേറ്റർമാരെയും പ്രൊമോട്ടർമാരെയും അനന്തകൃഷ്ണൻ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് രാജമണി പറഞ്ഞു. ഒക്ടോബറിൽ അക്കൗണ്ട് മരവിപ്പിച്ചത് തങ്ങൾ അറിഞ്ഞിട്ടില്ല. സീഡ് അക്കൗണ്ട് വഴിയാണ് തങ്ങൾ നിക്ഷേപകരുടെ പണം അടച്ചതെന്നും രാജമണി പറഞ്ഞു. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജനങ്ങളോട് കൂടുതലായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു പ്രശ്നം രാഷ്ട്രീയത്തിൽ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പൈസ നമ്മൾ എല്ലാവരും ജനങ്ങളും നമ്മൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ട് വാങ്ങിക്കൊടുക്കാനുള്ള നിയമ സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിൽ സഹകരിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭാഗത്തുനിന്നും നമ്മളുടെ എല്ലാ കോർഡിനേറ്റർ ഭാഗത്തുനിന്നും പ്രൊമോട്ടർമാരുടെ ഭാഗത്തു നിന്നും പറയാനുള്ളത്. ഇതിൽ നമ്മളും കൂടി ഇരകളാണെന്നുള്ള കാര്യം വേറൊരു മുഖമാണ് അതിൻ്റെത്. ഇരകളായിട്ടാണ് അതിൻ്റെ കൂടെ നമ്മളെ പ്രതികളാക്കിയിട്ട് ജനങ്ങൾ കാണുന്നത് ശരിയല്ല. എത്രയോ വനിതകൾക്ക് നമ്മൾ ഒരുപാട് പ്രോജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. 5000-ലും മേലെ കുട്ടികൾക്ക് ഒരുപാട് ഇഗ്നൈറ്റ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരും കൂടി നമ്മളുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ നമുക്കിത് വാങ്ങിച്ചെടുത്തോളൂ. അല്ലാണ്ട് നമ്മളെല്ലാവരും ഇരകളാണെന്നുള്ള ഒരു മുഖം മാത്രമാണ് നമുക്ക് ഈ പ്രസ് മീറ്റിങ്ങിലൂടെ ജനങ്ങളെ അറിയിക്കാനുള്ളത്. ഇന്ത്യയിലെ വിവിധ ഏജൻസികളുടെ ദേശീയ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ പിയാർഡ്സിന്റെ സപ്പോർട്ടിംഗ് ഏജൻസികളായാണ് കണ്ണൂർ ജില്ലയിൽ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ സീഡ് സൊസൈറ്റികൾ രൂപീകരിക്കപ്പെട്ടതെന്നും രാജമണി അറിയിച്ചു. M. സുബൈർ, P. സമീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 37ാമത് സംസ്ഥാന സമ്മേളനത്തിന് കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർവഹിച്ചു. സംഘടനകൾ അവരുടെ ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തിന്റെ പൊതുനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. മനുഷ്യന്റെ സ്വതന്ത്രവും നിർഭയവുമായ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു സാമൂഹ്യ ഘടനയുടെ ഭാഗമായി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് സംഘടനയ്ക്ക് മാത്രമല്ല ജനങ്ങളുടേതായി മാറുക. അങ്ങനെ ജനങ്ങളുടേതായി മാറുന്ന ഒരു സാമൂഹ്യ പ്രക്രിയ കേരളത്തിൽ അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ച് നോക്കിയാൽ, സംഘടനാ പ്രവർത്തനങ്ങൾ നോക്കിയാലും
നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് കെ ജോസ് അധ്യക്ഷത വഹിച്ചു. കെ വി സുമേഷ് MLA, സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി, സംഘടനാ ഭാരവാഹികളായ PV രത്നാകരൻ, KV മുഹമ്മദ് അഷ്റഫ്, KT സയ്യിദ്, K രാജൻ, PG വേണുഗോപാൽ, T അനിൽ തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. നാളെ വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പ്ലൈവുഡ് ഫാക്ടറി ഉടമകൾ വൻ പ്രതിസന്ധിയിൽ. തമിഴ്നാട്ടിൽ നിന്നുമുള്ള മാഫിയ സംഘങ്ങൾ മൂപ്പെത്താത്ത മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. 2 മാസത്തോളമായി ഉള്ള ഈ മാഫിയകളുടെ പ്രവർത്തനം ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ അറിയിച്ചുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും നോർത്ത് മലബാർ പ്ലൈവുഡ് ആൻഡ് ഡോർസ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശ്നപരിഹാരത്തിനായി 17-ന് കണ്ണോത്തുംചാലിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നും അനധികൃതമായി ഹാർഡ്വുഡ് കട്ടൻസ് ലൈസൻസ് ഇല്ലാതെ തടികൾ തോല് പൊളിച്ച് കടത്തുന്ന മാഫിയ സജീവമാകുമ്പോൾ പ്ലൈവുഡ് ഫാക്ടറി ഉടമകൾ പ്രതിസന്ധിയിലാവുകയാണ്. ദിവസം 1000 ടണ്ണോളം തടികളാണ് തമിഴ്നാട്ടിലേക്ക് വൻ മാഫിയ സംഘം കടത്തുന്നതെന്ന് നോർത്ത് മലബാർ പ്ലൈവുഡ് ആൻഡ് ഡോർസ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് വനമേഖലയിൽ അടുത്തായി മൈതാനങ്ങളിൽ തടിമരങ്ങൾ ശേഖരിച്ച് ഫോറസ്റ്റ് അനുമതിയും പൊല്യൂഷൻ അനുമതിയും ഇല്ലാതെ നിയമവിരുദ്ധമായി 75 HP ട്രാക്ടർ മെഷീൻ ഉപയോഗിച്ച് അതിന് യന്ത്രം ഘടിപ്പിച്ച് തടിമരങ്ങൾ തോല് പൊളിച്ച് അതിൻ്റെ സ്വാഭാവികം നഷ്ടപ്പെടുത്തി നിയമവിരുദ്ധമായി വിറകാക്കി അന്യ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റുന്നത് തടയുന്നതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പറയുന്നത്. നോർത്ത് മലബാർ പ്ലൈവുഡ് ആൻഡ് ഡോർ മാനുഫാക്ചറിംഗ് ഭാരവാഹികളാണ് ഞങ്ങൾ. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഒരു അനുമതിയുമില്ലാതെയാണ് ഇതുവരെ ഇങ്ങനെ ഈ മരം ഇത്ര HP ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് വിറകാക്കിയിട്ട് കയറ്റുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ വേണ്ടി അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കണ്ണൂർ പ്രതിഷേധം ധർണയും നടത്താൻ നമ്മൾ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. തോല് പൊളിച്ച് വിറകാക്കിക്കൊണ്ടാണ് ഇവർ തമിഴ്നാട്ടിലേക്ക് മരം കടത്തുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലൈസൻസ് പോലും ഇവർക്കില്ല. മൂപ്പെത്താത്ത മരങ്ങൾ അനധികൃതമായി മാഫിയ സംഘം കടത്തുമ്പോൾ വനനശീകരണം പെട്ടെന്ന് നടക്കും. 2 മാസത്തോളമായി ഈ മാഫിയ സംഘം പ്രവർത്തനം തുടങ്ങിയിട്ട്. കാസർഗോഡ്, മയിലാട്ടി, കുമ്പള, നീലേശ്വരം, തളിപ്പറമ്പ്, പൂനം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് അനധികൃതമായി മരം മുറിച്ചു കടത്തുന്നത്. ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ കാര്യം അറിയിച്ചെങ്കിലും വേണ്ട നടപടി ഉണ്ടാവുന്നില്ല. വൻതോതിലുള്ള വനനശീകരണമാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. ഇത് തടയാനുള്ള നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും അതൊന്നും കാര്യക്ഷമമല്ല എന്നുള്ള മട്ടിലാണ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നുള്ള പ്രവർത്തനമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഈ സാഹചര്യം തുടർന്നാൽ നമ്മുടെ നാട്ടിലെ പ്ലൈവുഡ് ഡോർ ഫാക്ടറി പീലിംഗ് യൂണിറ്റുകൾ സ്തംഭിക്കും. അസംസ്കൃത വസ്തുക്കൾ കിട്ടാതെ ഫാക്ടറികൾ അടച്ചിടേണ്ടി വരും. ജനപ്രതിനിധികളും വ്യവസായ വകുപ്പും വനം വകുപ്പും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചായത്ത് അധികൃതരും അടക്കം പ്രശ്നത്തിന് പരിഹാരം കാണണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് 17-ന് രാവിലെ 10:30 കണ്ണൂർ കണ്ണോത്തുംചാലിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഫാക്ടറി പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് എല്ലാ പ്ലൈവുഡ് ഡോർ വ്യവസായികളും മാർച്ചും ധർണയും നടത്തും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് TP നാരായണൻ, സംസ്ഥാന സെക്രട്ടറി TP വാസുദേവൻ, ട്രഷറർ BP ഗഫൂർ, എക്സിക്യൂട്ടീവ് അംഗം TV മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ചൊവ്വ മഹാശിവക്ഷേത്രോത്സവത്തിന് കൊടിയേറി. കൊടപ്പറമ്പ് ദേശവാസികളുടെ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയുടെ അകമ്പടിയോടെ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി തെക്കിനിയെടുത്ത തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടാണ് കൊടിയേറ്റിയത്. ഫെബ്രുവരി 14 മുതൽ 19 വരെ നടക്കുന്ന ക്ഷേത്രോത്സവത്തിൽ വിശേഷാൽ പൂജകൾ, താന്ത്രിക പൂജകൾ, പള്ളിവേട്ട, പൊങ്കാല, ആറാട്ട് സദ്യ എന്നിവയും മറ്റു കലാപരിപാടികളും അരങ്ങേറും.
ഫെബ്രുവരി 19 രാത്രി താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ക്ഷേത്രകുളത്തിലേക്ക് എഴുന്നള്ളിച്ച് ആറാട്ട് നടത്തി തിരിച്ച് എഴുന്നള്ളിപ്പിന് ശേഷം കൊടിയിറക്കി നടയടക്കുന്നതോടുകൂടി ഉത്സവം സമാപിക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. താഴെച്ചൊവ്വ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണി നടത്താൻ കൊണ്ടുവന്ന കാർ കത്തിനശിച്ചു. താഴെച്ചൊവ്വ കിഴുത്തള്ളിക്ക് സമീപം വർക്ക്ഷോപ്പിലാണ് സംഭവം. കാറിന്റെ അടിയിൽ വെൽഡിംഗ് ജോലിക്കിടെയാണ് തീ പടർന്നതെന്ന് വർക്ക്ഷോപ്പ് ഉടമ പറഞ്ഞു. കെട്ടിടത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. തീപിടുത്തത്തിൽ കരിയും പുകയും പടർന്നിട്ടുണ്ട്. അഗ്നിരക്ഷാ സേന എത്തി തീ അണയ്ക്കുകയായിരുന്നു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7890, പവന് 63,120 രൂപ, വെള്ളി 107 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വനമന്ത്രി AK ശശീന്ദ്രന് നേരെ കരിങ്കൊടി. പ്രതിഷേധം വന്യജീവി ആക്രമണത്തിലെ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച്. കരിങ്കൊടി വീശിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വാഹനത്തിനു മുന്നിലും പ്രവർത്തകർ പ്രതിഷേധിച്ചു. സീഡ് സൊസൈറ്റി തട്ടിപ്പിൽ ഇരയായവർക്കൊപ്പമെന്ന് പ്രൊജക്ട് മാനേജർ. അനന്തകൃഷ്ണൻ സൊസൈറ്റിയെ കബളിപ്പിച്ചു. പ്രതിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇരകൾക്ക് വിതരണം ചെയ്യണം. തുച്ഛവേതനത്തിനാണ് ജോലി ചെയ്തതെന്നും രാജാമണി. പ്ലൈവുഡ് ഉടമകൾ പ്രത്യക്ഷ സമരത്തിലേക്ക്. മേഖല നേരിടുന്നത് വൻ പ്രതിസന്ധി. വനം മാഫിയകൾ മുറിച്ചു കടത്തുന്നത് 1000 ടണ്ണോളം തടികൾ. വനം വകുപ്പിന് കുലുക്കമില്ലെന്നും ഭാരവാഹികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.